അങ്ങനെ അവസാനം ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തി. അവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ നേരെ മഹാരാഷ്ട്രയിലെ നാസിക്കിലേക്കുള്ള പോക്കാണ്. പോണ വഴിക്ക് വൈകുന്നേരം ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി. അപ്പോൾ അവിടുത്തെ കടയിലുള്ള കുറേ ചേട്ടന്മാരൊക്കെ വന്നതെന്ന് നമ്മളോട് സംസാരിക്കലൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നെ രാത്രി ആയപ്പോഴേക്കും നാസിക്ക് എത്തി. അടുത്ത ദിവസം നേരെ ഹരിയർ ഫോർട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ ഗുജറാത്തിലെ റോഡിൽ വെച്ചിട്ട് എൻ്റെ കാരിയർ ഒടിഞ്ഞു എന്നറിഞ്ഞ്. എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ മുന്നോട്ട് വെച്ച് കാലം മുന്നോട്ട്. അങ്ങനെ അവിടെ നേരെ ഹരിയർ ഫോർട്ടിലേക്കുള്ള പോക്കായിരുന്നു. അവിടെ വെച്ച് നാസിക്കിലെ കുറച്ച് പിള്ളേരൊക്കെയും കിട്ടി. അവരും കൂട്ടൊക്കെ ഉണ്ടായി ഹരിയർ ഫോർട്ടേക്കും കയറാനായിട്ട്. അവസാനം കുറേ റിസ്കി ആയിട്ടുള്ളൊരു മലകയറലും കയറി ഏറ്റവും മുകളിലായ ഹരിയർ ഫോർട്ടിലേക്ക് ഞങ്ങൾ എത്തി. പക്ഷേ ഹരിയർ ഫോർട്ടിലേക്ക് കയറാനായിട്ട് ഈ ഒരു ഫൈനൽ സ്റ്റെപ്പിനേക്കാളും ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസിക്കിലെ കുറേ പിള്ളേർക്കും ഒരു ഷോർട്ട് കട്ട് എന്നെ കൊണ്ടുപോയി. ആ ഷോർട്ട് കട്ട് കയറുന്നതായിരുന്നു ഏറ്റവും വലിയ റിസ്ക്. ഹരിയർ ഫോർട്ടിന് മല കയറുന്നതിനേക്കാളും റിസ്ക് ആയിരുന്നു ആ ഷോർട്ട് കട്ട് കയറുന്നത്. അങ്ങനെ പടച്ച് കയറി മുകളിലേക്ക് എത്തി. അവിടുത്തെ ഏറ്റവും റിസ്ക് ഉള്ളവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുരങ്ങന്മാരാണ്. സാധനങ്ങളെല്ലാം മോഷ്ടിക്കും. നമ്മുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടോ, ഫോൺ എടുത്തുകൊണ്ടോ, ഫുഡ് എടുത്തുകൊണ്ടോ. എൻ്റെ പൊന്നോ, അതിൻ്റെ ഒരു ടാസ്ക് തന്നെയാണ്. അവസാനം ഹരിയർ ഫോർട്ടിൻ്റെ മുകളിലെത്തി. അവിടെ നിന്നുള്ള കിടിലനായ വ്യൂ ഒക്കെ ആസ്വദിച്ച് അത്യാവശ്യം ഒരു മെസ്മറൈസിങ് വ്യൂ എന്ന് പറയുന്നത് മെസ്മറൈസിങ് വ്യൂ ആണ്. അതിൽ കൂടെ നടന്നു പോകാൻ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. ഹരിയർ ഫോർട്ട് മൊത്തത്തിലൊന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ നേരെ ചുവയുള്ള വഴി കൂടെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. മറ്റേ ഷോർട്ട് കട്ട് അല്ലാത്ത റിസ്കി അല്ലാത്ത വഴി കൂടെ ഇറങ്ങി. അവസാനം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അമ്പലത്തിൽ കയറി. പിന്നെ മഹാരാഷ്ട്രയിലുള്ള നാസിക്കിലുള്ള പിള്ളേരാണ് എല്ലാ കാര്യത്തിനും കൂട്ടുണ്ടായത്. അവരെന്നെ വണ്ടിയൊക്കെ ശരിയാക്കാനായിട്ടുള്ള സ്ഥലത്തിലേക്കൊന്ന് കൊണ്ടുപോയി വണ്ടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. അതിനുശേഷം കേരള ടു കാശ്മീർ യാത്രയിൽ വണ്ടി വാഷ് ചെയ്യണത് തിരിച്ച് നാസിക്കിലെത്തിയപ്പോഴാണ്. അവർ വണ്ടി മൊത്തം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം രാത്രി അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച്. അവിടെ നോൺ വെജ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അവസാനം ഓംലെറ്റ് കഴിച്ച്. അപ്പോൾ 1-2 എണ്ണങ്ങളൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഓംലെറ്റ് കിട്ടാനായിട്ട് കുറച്ച് നോക്കിയൊക്കെ ഉണ്ടായി. അപ്പോൾ അവന്മാർക്ക് എൻ്റെ 1-2 ഓംലെറ്റിക്കും കൊടുത്തതിന് ശേഷം നേരെ പൂനെയിലേക്ക് കസിൻസിൻ്റെ വീട്ടിലേക്കുള്ള പോക്കായിരുന്നു. അങ്ങനെ കസിൻസിൻ്റെ വീട്ടിൽ പൂനെയിൽ നിന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നേരെ ഹംപിയിലേക്ക്.